നമ്മൾ ഈ ഒരു സെഷനിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗവൺമെൻറ് കരിയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവർക്കും ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് ഗവൺമെൻറ് കരിയേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ അതിലേക്കുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധം ഇല്ലാത്ത ഒരു കാരണത്താൽ പലരും ആ മേഖലയിലേക്ക് എത്തിപ്പെടുന്നില്ല, അല്ലെങ്കിൽ എത്തിപ്പെട ഹലോ 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 അപ്പോൾ ഗവൺമെൻറ് സർവീസിലേക്ക് മിക്കവാറും ആളുകൾ അതുമായി ബന്ധപ്പെട്ട ഓപ്പർച്യൂണിറ്റീസും മറ്റും അറിയുന്ന സമയത്തേക്കും അവർ ആ ഒരു കാലയളവിൽ അവരുടെ പഠന കാലയളവ് കഴിഞ്ഞു പോകുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത്തരം വിദ്യാർത്ഥികളിലേക്ക് നമ്മൾ പരമാവധി ഗവൺമെൻറ് സർവീസുമായി ബന്ധപ്പെട്ട എക്സാമുകൾ അവർക്ക് അതിന് മുമ്പേ എഴുതാൻ പറ്റുന്ന കോമ്പറ്റീറ്റീവ് ലെവലിലുള്ള ഡിഫറെൻറ്റ് എക്സാംസ് അവരുടെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ഫെലോഷിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ അവർക്ക് എഴുതാൻ പറ്റുന്ന ഡിഫറെൻറ്റ് എക്സാംസും മറ്റുമൊക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ഗവൺമെൻറ് കരിയേഴ്സ് എന്നുള്ള ഒരു സെഷൻ ഈ ഒരു എജുസൈനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട എക്സാമുകളാണ്. അതോടൊപ്പം ചില മറ്റ് സെഷനുകളും മറ്റു ചില എക്സാമുകളെക്കുറിച്ചും അല്പം ചില സൂചനകൾ നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം എന്ന് പറയുന്നത് അത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ എക്സാമാണ്. നമ്മളെല്ലാവരും കേൾക്കുന്നത് പോലെ IAS IPS പോലുള്ള തസ്തികകളിലേക്കുള്ള സിവിൽ സർവീസ് എക്സാമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ എക്സാം എന്ന് പറയുന്നത്. അത്രത്തോളം കോമ്പറ്റീഷനും മറ്റുമൊക്കെ അതിൽ നടക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ഒരു സെക്കൻഡ് ലെവൽ എന്ന രീതിയിൽ നമ്മൾ കാണുന്ന എക്സാമുകളാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ എക്സാം എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെൻറ് തന്നെ നടത്തുന്ന IAS IPS IFS പോലുള്ള പോസ്റ്റുകളിലേക്ക് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന IRS പോലുള്ള, അതുപോലെ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, അതുപോലെ നമ്മൾ നിരന്തരമായി കേൾക്കാറുള്ള ED പോലുള്ള പോസ്റ്റുകളിലേക്കൊക്കെ വരുന്ന എക്സാമാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഗവൺമെൻറ് ഏജൻസിയാണ് റെയിൽവേ എന്ന് പറയുന്നത്. റെയിൽവേയിലൂടെ ഒരുപാട് വേക്കൻസീസ് നമുക്ക് ഓരോ വർഷവും വരാറുണ്ട് എന്നുള്ളതാണ്. അതുപോലെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും മറ്റുമൊക്കെ നടത്തുന്ന വിവിധ എക്സാമുകളുണ്ട്. അപ്പോൾ UPSC കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിൽ പ്രധാനമായിട്ടും IAS അഥവാ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസാണ് വരുന്നത്. പിന്നീട് വരുന്നത് ഇന്ത്യൻ പോലീസ് സർവീസാണ്. പിന്നെ മൂന്നാമത് വരുന്നത് ഇന്ത്യൻ ഫോറിൻ സർവീസാണ്. അവർക്ക് റാങ്ക് ലിസ്റ്റിനനുസരിച്ച് അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാം, ഓരോ പോസ്റ്റുകളിലേക്ക് എടുക്കാം. അതിലൊരു പ്രിലിമിനറി റൗണ്ട് ഉണ്ടാകും, പിന്നെ മെയിൻസ് റൗണ്ട് ഉണ്ടാകും, ഇൻ്റർവ്യൂ ഉണ്ടാകും. അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ ഒരു IAS നിലവിൽ IAS റാങ്ക് നേടിയൊരു പേഴ്സൺ തന്നെ, നമ്മുടെ റിസോഴ്സ് പേഴ്സൺ തന്നെ ഇന്നലെ ഇവിടെ കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. അടുത്തത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. ഓരോ വർഷവും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കൃത്യമായിട്ട് അവരുടെ ടൈം ടേബിൾ ഇടാറുണ്ട്. അഥവാ എക്സാം കലണ്ടർ എന്ന് നമ്മൾ പറയും. അഥവാ ഇന്ന മാസത്തിൽ ഇന്ന എക്സാം നടക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 3 എക്സാമാണ്. ഒന്നാമത്തത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്ന് പറയും. അത് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് എഴുതാൻ പറ്റുന്ന എക്സാമാണ്. ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക്, അത് BTech ആകാം, അതുപോലെ ബാച്ചിലേഴ്സ്, മറ്റ് ഡിഗ്രികളും, ഏത് ഡിഗ്രി ആയിക്കോട്ടെ, അവർക്കൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട എക്സാമാണ് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്ന് പറയുന്നത്. ഈ ഒരു എക്സാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളൊരു നിശ്ചിത സമയം കഴിഞ്ഞാൽ നമുക്ക് പ്രൊമോഷൻ ആയിക്കൊണ്ട് നമുക്ക് IAS പോസ്റ്റുകളിലേക്കും മറ്റും എത്താൻ പറ്റും എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ എക്സാം CHSL എന്ന് പറയുന്ന +2 ലെവൽ ക്വാളിഫിക്കേഷനുള്ള എക്സാമാണ്. കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അതിലും ഏകദേശം ഒരു 4000-5000 വേക്കൻസി ഓരോ വർഷവും വരാറുണ്ട്. ഇനി തേർഡ് ലെവലിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറയും. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഇതൊരു 10th ലെവൽ എക്സാമാണ്. നമ്മൾ 10th ലെവൽ എക്സാം എന്ന് പറയുന്ന സമയത്തും നിലവിൽ ഒരു ഏറ്റവും മിനിമം ഉള്ള ബേസിക് പേ എന്ന് പറയുന്നത് ഒരു 30,000 രൂപയെങ്കിലും ഈ ഒരു ലെവൽ 1ലുള്ള പോസ്റ്റുകൾക്ക് പോലും ലഭിക്കും
ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ 10th ലെവലിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നുള്ള പറയുന്ന MTS എക്സാം നടക്കാറുണ്ട്. +2 ലെവലിൽ CHSL നടക്കാറുണ്ട്. ഡിഗ്രി ലെവലാണെങ്കിൽ CGL നടക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരുപാട് എക്സാമുകൾ SSC തന്നെ നടത്താറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട എക്സാമാണ് GD കോൺസ്റ്റബിൾ എന്ന് പറയുന്ന എക്സാം. ഞാൻ ഈ ഒരു എക്സാമിനെ കുറിച്ച് പറയാനുള്ള കാരണം ഏകദേശം ഒരു 25,000-ഓളം വേക്കൻസി ഓരോ വർഷവും എന്ത് ചെയ്യാറുണ്ട്, ഈ SSC GD കോൺസ്റ്റബിൾ എക്സാമിൽ വേക്കൻസീസ് ആയിട്ട് വരാറുണ്ട്. പക്ഷേ മിക്കവാറും ആളുകൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ഒരു മെറിറ്റ് ക്വാളിഫിക്കേഷനും മറ്റൊന്നും ഈ ഒരു എക്സാമിന് വേണ്ട എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ഫിസിക്കൽ കൂടെയുള്ള ഒരു എക്സാമാണ് എന്ത്, ഈ GD കോൺസ്റ്റബിൾ എക്സാം എന്ന് പറയുന്നത്. ആ ഒരു എക്സാമിൽ നമ്മൾ അതിൻ്റെ ഒരു റിട്ടൺ എക്സാമിനേഷൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 5 കിലോമീറ്റർ 25 മിനിറ്റിൽ നമുക്ക് ഓടാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഫിസിക്കൽ ടെസ്റ്റും പാസ്സായിക്കൊണ്ട് മെഡിക്കലിന് അപ്പയർ ചെയ്യാൻ പറ്റുകയും അതുവഴി നമുക്ക് ജോലിയിലെത്താൻ പറ്റുകയും ചെയ്യും എന്നുള്ളതാണ്. കുറച്ചുകൂടെ മെറിറ്റോറിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് CGLും മറ്റുമൊക്കെയാണ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുക. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗമാണ് RRB എന്ന് പറയുന്നത്. RRBയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് NTPC എക്സാമുകളാണ്. നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് എന്ന് പറയും. നമ്മൾ കാണുന്ന ഒരു സ്റ്റേഷനെ നിയന്ത്രിക്കുന്ന ആളാണ് സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ കാണുന്ന TTE, നമുക്ക് ആകെ അറിയുന്ന ഒന്നോ രണ്ടോ പോസ്റ്റ് ആയിരിക്കും ഈ TTEയും മറ്റുമൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ഒരു TTE ആകുക എന്ന് ചോദിച്ചാൽ, ഇവർ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വിളിക്കുന്ന ഓരോ 3 വർഷത്തിലും മറ്റുമൊക്കെ വിളിക്കുന്ന നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് എന്ന് പറയുന്ന NTPC എക്സാമിലൂടെയാണ് അവർക്ക് എന്താകാൻ പറ്റുക, ഒരു TTE പോലുള്ള പോസ്റ്റിലേക്ക് എത്താൻ പറ്റുക. അത് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. നമുക്ക് ഒരുമിച്ച് അപ്ലൈ ചെയ്യാം. എന്നിട്ട് അതിൽ നമ്മുടെ മാർക്കിനും മറ്റുമൊക്കെ അനുസരിച്ച് നമുക്ക് നല്ല മാർക്കുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല സാലറിയുള്ള ബെറ്റർ ജോബിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ ഒരു എൻജിനീയർ എന്നുണ്ടെങ്കിൽ അവർക്ക് ജൂനിയർ എൻജിനീയർ എക്സാം എഴുതാൻ പറ്റും. പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ അതുപോലെ മെക്കാനിക്കൽ പോലുള്ള ബ്രാഞ്ചുകൾക്കാണ് ഇതിന് കുറച്ചുകൂടെ സ്കോപ്പ് വരുന്നത്. അതുപോലെ തന്നെയാണ് മറ്റൊന്ന് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ്. നമ്മൾ ഈ ലോക്കോ പൈലറ്റ് ആവുന്നതിന് മുമ്പേ 9 വർഷം അവർക്ക് എന്ത് ചെയ്യണം, അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റായിട്ട് വർക്ക് ചെയ്യണം. അതിൽ ആദ്യത്തെ 3 വർഷം എന്ത് ചെയ്യണം, അവർ ചരക്ക് വാഹനങ്ങളുടെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ആയിരിക്കും. അതിനുശേഷം അവർ പാസഞ്ചർ ട്രെയിനിൻ്റെ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റായിട്ട് വർക്ക് ചെയ്യും. ആ രീതിയിലാണ് അത് പോകുന്നത്. അതിൻ്റെയും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എൻജിനീയറിങ് ക്വാളിഫിക്കേഷനും മറ്റൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഗ്രൂപ്പ് D ലെവൽ പോസ്റ്റുകളുണ്ട്. ഗ്രൂപ്പ് D ആണെങ്കിൽ പോലും ഒരുപാട് അലവൻസുകളും മറ്റുമൊക്കെ ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഈ ഒരു റെയിൽവേ റിക്രൂട്ട്മെൻറ്റിൻ്റെ ബോർഡിൻ്റെ എക്സാം എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ റെയിൽവേയുടെ ലാസ്റ്റ് ബോഗിയിൽ കാണുന്ന ആളാണ് ട്രെയിൻ മാനേജർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മൾ അവസാനത്തെ ബോഗിയിൽ ഒരാളിങ്ങനെ കൊടി വീശുന്നത് കാണാം. അത് ലാസ്റ്റ് ബോഗിയാണ് എന്നുള്ളൊരു അടയാളപ്പെടുത്തൽ മാത്രമാണ്. ആ ആൾക്ക് പറയുന്ന പേരാണ് ട്രെയിൻ മാനേജർ. നേരത്തെ ഗുഡ്സ് ഗാർഡ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ട്രെയിൻ മാനേജർ. ആ ആൾക്ക് ബേസിക് ഒരു 30,000-ൽ താഴെ മാത്രമാണ് എങ്കിലും അവർക്ക് ഇൻഹാൻഡായിട്ട് വരുന്നത് ഏകദേശം ഒരു 85-90 റേഞ്ചിലേക്കൊക്കെ നിലവിൽ അവർക്ക് ഇൻഹാൻഡായിട്ട് സാലറി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഇങ്ങനെ റണ്ണിങ് കണ്ടീഷനിലുള്ളതാണെങ്കിൽ അവരുടെ ജോലി, ഇപ്പോൾ TTE ആണെങ്കിൽ അവർ റണ്ണിങ് കണ്ടീഷനിലാണ് അവരുടെ ജോലി. അങ്ങനെ ഓരോ കിലോമീറ്ററിനും ഇത്ര അലവൻസ് എന്നുള്ള പേരിൽ. അതുപോലെ തന്നെ റെയിൽവേ ആവുന്ന സമയത്ത് 24 ഹവർ ആണല്ലോ. അപ്പോൾ 24 ഹവർ ആവുന്ന സമയത്ത് അവർക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവും. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്ക് സെപ്പറേറ്റ് അലവൻസ്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് അലവൻസുകൾ അവിടെ വരുന്നുണ്ട്. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്ന എക്സാമുകളിലും അതിൻ്റെ പോസ്റ്റുകളിലും വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. പിന്നെ അല്ലാതെ ഒരുപാട് എക്സാമുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ കേരളത്തിലൊരു ഹൈക്കോടതിയുണ്ട് കൊച്ചിയിൽ. അപ്പോൾ ആ കൊച്ചിയിലെ ഹൈക്കോടതിയിലേക്ക് വരുന്ന പോസ്റ്റുകൾ, ആ പോസ്റ്റുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എക്സാം നടത്തുന്നത്. അതിൻ്റെ സിലബസും മറ്റുമൊക്കെ നിങ്ങൾക്ക് നെറ്റിലും മറ്റുമൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. ഏകദേശം 50% അതിൽ ഇംഗ്ലീഷാണ് വരുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഗ്രാമർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. റിമൈനിങ് ജനറൽ നോളജ് കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം പോസ്റ്റുകളിലേക്കുള്ള ചില എക്സാമുകളുണ്ട്. അതോടൊപ്പം ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നടത്തുന്ന എക്സാമുകൾ. ഞാനിപ്പോൾ നിലവിൽ NITയിൽ ടെക്നിക്കൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാം. ഞാൻ എങ്ങനെ കയറിയെന്ന് വെച്ചാൽ NIT നടത്തിയ ഒരു എക്സാം വഴി, ഓൾ ഇന്ത്യ എക്സാം ആയിരിക്കും, അത് നടത്തുന്നത് NIT എന്ന് പറയുന്ന ആ ഒരു ഓട്ടോണോമസ് ബോഡി ആയിരിക്കും.
ആ ബോഡി വഴിയാണ് കയറിയത്. അങ്ങനെ കയറിയാലുള്ള ഗുണം നമുക്ക് ആ ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫറും മറ്റൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ നാടിനടുത്ത് തന്നെ നമുക്കൊരു ജോലി കിട്ടുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ട്രാൻസ്ഫറും മറ്റൊന്നായി പോവേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. അപ്പം SSC ആണെങ്കിൽ ചില പോസ്റ്റൊക്കെ കേരളത്തിലുണ്ടാവുക എന്നുള്ളത് പ്രയാസമായിരിക്കും. ഇപ്പോൾ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്നുള്ള പോസ്റ്റ് ആണെങ്കിൽ നമുക്ക് കേരളത്തിലുണ്ടാവും, കാരണം അത് എല്ലാ ജില്ലകളിലും വേണ്ട ഒരു പോസ്റ്റാണ്. അതേ സ്ഥാനത്ത് ചില പോസ്റ്റുകൾ എന്തുണ്ടായിക്കൊള്ളണം എന്നില്ല, നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അപ്പം സെൻട്രൽ ഗവൺമെൻറ് പോസ്റ്റുകളാകുമ്പം അത്തരം ചില കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ കേരള PSCയിലേക്ക് പോവുകയാണെങ്കിൽ കേരള PSCയിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ SSCയുടേത് പറഞ്ഞതുപോലെ തന്നെ 3 ലെവൽ ഓഫ് എക്സാം, ശരിക്കും 4 ലെവലുണ്ട്. ഒന്ന് 7th ലെവൽ എക്സാമാണ്, രണ്ടാമത്തേത് 10th ലെവൽ എക്സാമാണ്, മൂന്നാമത്തേത് +2 ലെവൽ എക്സാമാണ്, നാലാമത്തേത് ഡിഗ്രി ലെവൽ എക്സാമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകൾ വരുന്നത് ഡിഗ്രി ലെവലാണ്, എക്സാമുകളാണ്. നമ്മൾ IAS പോലെ തന്നെ കേരളത്തിൻ്റെ IAS എന്നറിയപ്പെടുന്നത് KAS പോസ്റ്റുകളാണ്. KS എന്ന് പറയുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസാണ്. അത് വളരെ ചുരുങ്ങിയ സീറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഞാൻ പറയുമ്പോൾ എല്ലാം പറയണം എന്നുള്ളത് കൊണ്ട് അതും കൂടെ സൂചിപ്പിച്ചു പോവുകയാണ്. അതിന് തൊട്ടടുത്ത് നമുക്ക് ഡിഗ്രി ലെവലിൽ എഴുതാൻ പറ്റുന്ന വിവിധ പോസ്റ്റുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് നമുക്ക് തിരുവനന്തപുരത്ത് എന്തുണ്ട്, സെക്രട്ടേറിയറ്റ് ഉണ്ട്. ആ സെക്രട്ടേറിയറ്റിൽ വിവിധ പോസ്റ്റുകളുണ്ടാവും. ആ പോസ്റ്റുകളിലേക്ക് നടക്കേണ്ട റിക്രൂട്ട്മെൻ്റ് ആണെന്ത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിലൂടെ നടക്കുന്നത്. അതുപോലെ PSCയുടെ ഓഫീസുകളിലേക്ക്, ഈ PSC ആണ് എന്ത് നടത്തുന്നത്, എക്സാം നടത്തുന്നത്. ആ എക്സാം നടത്തുന്ന ബോഡിക്ക് എന്ത് വേണം, ഓഫീസ് സ്റ്റാഫും കാര്യങ്ങളൊക്കെ വേണം. അത്തരം പോസ്റ്റുകളിലേക്കും ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലൂടെയാണ് റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങൾ നടത്തുന്നത്. ഇനി നമ്മൾ തൊട്ട് അടുത്ത പോസ്റ്റിലേക്ക് വരികയാണെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയും. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന സമയത്ത് കേരളത്തിൽ ഏകദേശം 11 യൂണിവേഴ്സിറ്റികളുണ്ട്. നമുക്കറിയുന്ന യൂണിവേഴ്സിറ്റികളായിരിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, അതുപോലെ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി, ഫിഷറീസ് യൂണിവേഴ്സിറ്റി, ഇത്തരം ഒരുപാട് യൂണിവേഴ്സിറ്റികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത്തരം യൂണിവേഴ്സിറ്റികളിലേക്ക് നടത്തുന്ന ഒരു എക്സാമാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം എന്ന് പറയുന്നത്. ഇതൊക്കെ ഓരോ 3 വർഷത്തിലും നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതും കൃത്യമായിട്ട് എക്സാം നടത്തുന്നതും. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഏകദേശം ഒരു 500ഓളം വേക്കൻസീസൊക്കെ ആവറേജ് വരാറുള്ളതും ആണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത്തരം പോസ്റ്റുകളാണ് പ്രധാനമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ വരുന്നത്. ഇനി അടുത്തത് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന മറ്റൊരു മേഖലയാണ്. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൽ ശരിക്കും 2 ടൈപ്പ് ഓഫ് എക്സാം ഉണ്ട്. 2 ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ ലാഭത്തിലുള്ള കമ്പനികളുണ്ട്. KSEB, KSFE പോലുള്ള കമ്പനികൾ, അതുപോലെ നഷ്ടത്തിൽ ഓടുന്ന ചില കമ്പനികളുണ്ട്. അപ്പോൾ ലാഭത്തിൽ ഓടുന്ന കമ്പനികളിലേക്ക് ഒരു എക്സാം നടക്കുന്നുണ്ട്, നഷ്ടത്തിൽ ഓടുന്ന കമ്പനികളിലേക്കും എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ ലാഭത്തിൽ ഓടുന്നതാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സാലറിയും അലവൻസും മറ്റുമൊക്കെ കൂടുതലായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഈ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എക്സാമാണ് ഒരു ഡിഗ്രി ലെവൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം കൂടുതൽ വാക്കൻസീസ് ഉണ്ട്. ഒരു 2000-3000ഓളം വാക്കൻസീസ് എന്തിൽ വരുന്നുണ്ട്, ഈ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എക്സാമിൽ വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇതിനപ്പുറത്തേക്ക് യൂണിഫോം പോസ്റ്റിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് SI പോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ SI എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അതൊരു ഗസറ്റഡ് പോസ്റ്റാണ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. അത് ഒരു ഡിഗ്രി ലെവൽ എക്സാമാണ്. അതിനോടൊപ്പം അവർക്ക് എന്ത് ചെയ്യണം, ഫിസിക്കൽ ടെസ്റ്റ് കൂടെ അപ്പിയർ ചെയ്യണം. ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഓടേണ്ടി വരും, അവർക്ക് ചാടേണ്ടി വരും, ബോൾ ത്രോ ഉണ്ടാവും, ഷോട്ട് പുട്ട് ഉണ്ടാവും. അത്തരം കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുന്ന ഒരു പോസ്റ്റാണെന്ത് SI പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പോസ്റ്റുകളാണ് പ്രധാനമായിട്ടും എവിടെ വരുന്നത്, ഡിഗ്രി ലെവൽ എക്സാമുകളിൽ വരുന്നത്. ഇനി താഴേക്ക് വരികയാണെങ്കിൽ +2 ലെവൽ, ഒരു +2 കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന വിവിധ പോസ്റ്റുകളുണ്ട്. അതിലൊന്ന് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറാണ്. അതുപോലെ തന്നെ അവർക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ അവർക്ക് സിവിൽ പോലീസ് ഓഫീസർ, നമ്മൾ സാധാരണ പോലീസുകാർ എന്ന് പറയുന്ന ആ ഒരു വിഭാഗം, സിവിൽ പോലീസ് കോൺസ്റ്റബിൾ, ആ ഒരു പൊസിഷനിലേക്കും മറ്റുമൊക്കെ +2 ലെവൽ ക്വാളിഫിക്കേഷനിൽ നടക്കുന്ന എക്സാമിലൂടെയാണ് നമുക്ക് എത്തിപ്പെടാൻ പറ്റുക. ഇനി മൂന്നാമത്തെ ലെവലാണ് 10th ലെവൽ എക്സാമുകൾ എന്ന് പറയുന്നത്. ഈ 10th ലെവലിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമാണ് LDC അഥവാ LD ക്ലർക്ക് എക്സാം എന്ന് പറയുന്നത്. ഈ LD ക്ലർക്ക് എക്സാം എഴുതിയാൽ നമുക്ക് എവിടെയാണ് ജോലി കിട്ടുക, നമുക്കൊരു പഞ്ചായത്തിൽ പോയാൽ നമ്മൾ ഒരുപാട് ആളുകളെ കാണും. അതുപോലെ തന്നെ നമ്മളൊരു വില്ലേജ് ഓഫീസിൽ പോയ ആളുകളെ കാണും. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കുന്നത് LD ക്ലർക്ക് എക്സാം വഴിയാണ്.
അതുകൊണ്ട് തന്നെ കേരള PSC വഴി തിരഞ്ഞെടുക്കുന്ന വേക്കൻസികളിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് ഈ ഒരു LD ക്ലർക്ക് എക്സാം വഴിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അടുത്ത 2027 അതിൻ്റെ ഒരു എക്സാം നടക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ശരിക്കും ഈ ഒരു സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ അത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത്തരം വേക്കൻസികൾ LD ക്ലർക്ക് വഴി, LD ക്ലർക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ജില്ലാ തലത്തിൽ നടക്കുന്ന എക്സാമാണ്. അഥവാ ഒരു ജില്ലയിൽ ഇത്ര വേക്കൻസി ഉണ്ടാവും, ആ ജില്ലയിലുള്ള ആളുകളോട് മാത്രം നമ്മൾ കോമ്പീറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത്തരം രീതിയിൽ നടക്കുന്ന ഒരു എക്സാമാണ് LD ക്ലർക്ക് എക്സാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് 10th ലെവൽ പോസ്റ്റിൽ പെട്ട ഒരു പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്നത്. അഥവാ ജയിലുകളിലൊക്കെ വാർഡനായിട്ടും മറ്റുമൊക്കെ വരുന്ന പോസ്റ്റുകൾ. അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന മറ്റൊരു പോസ്റ്റുണ്ട്. അതുപോലെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന പോസ്റ്റുണ്ട്. ഇത്തരം ഒരുപാട് പോസ്റ്റുകളുണ്ട്. ഇനി ഇതിലും താഴെ വരുന്ന 7th ലെവൽ ക്വാളിഫിക്കേഷൻ മാത്രം വേണ്ട എക്സാമാണ് LGS എക്സാം എന്ന് പറയുന്നത്. ലാസ്റ്റ് ഗ്രേഡ് സർവീസ് എക്സാം എന്ന പേരിൽ 7ാം ക്ലാസ് മാത്രം യോഗ്യതയുണ്ടായാൽ എഴുതാൻ പറ്റുന്ന പോസ്റ്റുകളാണ് LGS എക്സാം എന്ന് പറയുന്നത്. അതിലും ഒരുപാട് വേക്കൻസികൾ വരാറുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചായത്തുകളിലേക്കും മറ്റുമൊക്കെ വരുന്ന വേക്കൻസീസ്, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി LGS എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റികളിലേക്കും മറ്റുമൊക്കെ വരുന്ന വേക്കൻസീസ്. അപ്പോൾ ഇത്രയും എക്സാമുകളാണ് പ്രധാനമായിട്ടും കേരള PSC നടത്തുന്ന എക്സാമുകൾ. ഇതിനപ്പുറത്തേക്ക് നമ്മളൊരു എൻജിനീയർ ആണെങ്കിൽ നമുക്ക് അത്തരം എക്സാമുകൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളൊരു മറ്റെന്തെങ്കിലും ഒരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ ആ ഗ്രാജുവേഷനുമായി ബന്ധപ്പെട്ട ചില പോസ്റ്റുകൾ ഉണ്ടാകും. അപ്പോൾ അത്തരം സാധ്യതകളൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. എന്നാലും കോമൺ ആയിട്ട് ഒരു ജനറൽ PSC എന്നുള്ള ആസ്പെക്റ്റിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇത്രയും പോസ്റ്റുകളാണ്. നമ്മളിപ്പോൾ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോലുള്ള പോസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതൊരു BTech കഴിഞ്ഞ ആൾക്ക് കേരള PSC വഴി എഴുതി എത്താൻ പറ്റുന്ന പോസ്റ്റാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഒരാൾ എക്സാം എഴുതാൻ റെഡിയാണ്, അവരെന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ സിലബസിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു സിലബസിൽ വരുന്നത്. അതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇംഗ്ലീഷ് 20 മാർക്കിന് വരുന്നുണ്ട്. ടോട്ടൽ മാർക്ക് 100 ആണ്. അതിൽ 20 മാർക്ക് വരുന്നത് എവിടെയാണ്? ഇംഗ്ലീഷിലാണ്. തൊട്ടടുത്ത് 20 മാർക്ക് വരുന്നത് മാത്സിലാണ്. പിന്നെ 10 മാർക്ക് വരുന്നത് മലയാളം. അപ്പോൾ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്ന് പറയുന്ന ഈ 3 വിഷയത്തിൽ തന്നെ നമുക്ക് എത്ര മാർക്ക് കവറാകും? 50 മാർക്ക് കവറാകും. അപ്പോൾ വലിയൊരു പാർട്ട് ഈ 3 വിഷയങ്ങൾക്കും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിലപ്പുറത്തേക്ക് ഹിസ്റ്ററി, ജിയോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, കമ്പ്യൂട്ടർ, സിവിക്സ്, ഇത്തരം ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ചുകൂടെ സെലക്റ്റീവായിട്ട് പഠിക്കുക എന്നുള്ളതാണ് കുറച്ചുകൂടെ ബെസ്റ്റ് വേ. നമ്മളെല്ലാം പഠിച്ചിട്ട് നമുക്കൊരിക്കലും ജോലി കിട്ടുക എന്നുള്ളത് പോസിബിൾ അല്ല. കാരണം ഒരിക്കലും 100 മാർക്ക് എന്ത് ചെയ്യുന്നില്ല, ആരും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൽ എനിക്ക് 2nd റാങ്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ലഭിച്ച മാർക്ക് ഒരു 68 പോയിൻറ്റ് സംതിങ് ആണ്. അപ്പോൾ അത്ര മാർക്ക് ശരിക്കും മതി. അതിലപ്പുറത്തേക്ക് നമ്മൾ ഫുൾ മാർക്ക് വേണം എന്നുള്ള ഒരു കോലത്തിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ടതില്ല, പഠിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പം ആ ഒരു റേഞ്ച് ആലോചിച്ചുകൊണ്ട് നമ്മളൊരു കുറച്ചുകൂടെ സ്മാർട്ടായിട്ടുള്ള ഒരു വർക്ക് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനേക്കാൾ ഒരു സ്മാർട്ടായിട്ടുള്ള വർക്ക് ചെയ്യണം. എങ്ങനെയാണ് സ്മാർട്ടായിട്ടുള്ള വർക്ക് ചെയ്യുക? നമുക്ക് കൂടുതൽ വരാൻ ചാൻസ് ഉള്ള മേഖലകളെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് ആ സോഴ്സുകൾ കണ്ടെത്തിക്കൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു പഠനം നടത്തുക. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് 5 മാർക്കാണ്. അതിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ എക്കണോമിക്സ് എന്ന് പറയുന്നത് ചില കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ചെറിയ സിലബസാണ്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഫിക്സ്ഡ് ഏരിയയാണ്. അത് നമ്മൾ പഠിച്ചാൽ നമുക്ക് എക്കാലത്തും അതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം ഏരിയകളെ നമ്മൾ എന്ത് ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്തിട്ട് പഠിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 3 വർഷത്തെ ലാസ്റ്റ് ഒരു 3 ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അതിൻ്റെ ഒരു അനാലിസിസ് നടത്തുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ബാക്കിയുള്ള വിഷയങ്ങളിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി എന്ന് പറയുന്നത് സാധാരണ ഒരാൾ PSC പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആദ്യം എടുക്കുന്ന ഒരു വിഷയമാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഒരിക്കലും പോകേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒരു പാറ്റേൺ മാറിയിട്ടുണ്ട്. ശരിക്കും കോവിഡ് കാലഘട്ടത്തിന് ശേഷം കേരള PSCയുടെ സ്റ്റൈൽ മാറിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ 10 മാർക്ക് കേരള PSCയിൽ ഹിസ്റ്ററിക്ക് എന്ന് പറയുന്ന സമയത്ത് അത് ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും ഈ 3 ഭാഗങ്ങളും കവർ ചെയ്തിട്ടാണ് നമുക്ക് 10 മാർക്ക് ലഭിക്കുന്നത്. ഇതൊരു പ്രിലിംസിൻ്റെ സിലബസാണ്. നമ്മളിത് മെയിൻസിലേക്ക് പോകുന്ന സമയത്ത് അത് വീണ്ടും കുറഞ്ഞിട്ട് 5 മാർക്ക് മാത്രമേ മാറും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരുപാട് പഠിച്ചിട്ട് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അത്രയും പരന്ന് കിടക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി മാത്രം എടുക്കുകയാണെങ്കിൽ അതിനെ തന്നെ നമുക്ക് വീണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആൻഷ്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതുപോലെ മിഡീവൽ ഹിസ്റ്ററി എന്ന് പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്. മോഡേൺ ഹിസ്റ്ററി എന്ന് പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഹിസ്റ്ററിയിൽ തന്നെ
നമ്മൾ മൂന്നായി ക്ലാസിഫൈ ചെയ്തു, ഇന്ത്യ, കേരള, വേൾഡ്. അതിൽ ഇന്ത്യയിൽ തന്നെ നമുക്ക് വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും ഡെപ്തിലുള്ള ഒരു കാര്യമാണ് എന്ത് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ നിന്നാൽ നമ്മുടെ അവസരം അവിടെ നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ സ്മാർട്ട് വർക്ക് ചെയ്തുകൊണ്ട് അതിന് പകരം കമ്പ്യൂട്ടർ പോലുള്ള, എക്കണോമിക്സ് പോലുള്ള, മാത്സ് പോലുള്ള, ഇംഗ്ലീഷ് പോലുള്ള, മലയാളം പോലുള്ള വിഷയങ്ങൾ നമ്മൾ പഠിച്ചിട്ട് അതിൽ മാക്സിമം മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ ഒന്നും പഠിക്കാതെ എഴുതിയാലും നമുക്ക് എത്ര മാർക്ക് കിട്ടും? ഒരു 5-6 മാർക്ക് നമുക്ക് ലഭിക്കും. എന്നാൽ അതിനപ്പുറത്തേക്ക് ആ വിഷയത്തിൽ നമുക്ക് ഫുള്ള് മാർക്ക് ലഭിക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കണം. അത് നമ്മൾ മറ്റു വിഷയങ്ങൾക്ക് എടുക്കുന്നതിനേക്കാൾ ഒരു മിനിമം എഫേർട്ട് ഇട്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ആ ഫുൾ മാർക്ക് തന്നെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു സ്മാർട്ട് വർക്ക് അവിടെ നടക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി ഇപ്പം നമ്മൾ കൾച്ചർ, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, ഇത് 4 ടോപ്പിക്കാണ്. ഇത് പ്രിലിംസിൽ 10 മാർക്ക് വരുന്നുണ്ട്, മെയിൻസ് ആണെങ്കിൽ 5 മാർക്കിലേക്ക് ചുരുങ്ങും. അപ്പോൾ അങ്ങനെയുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് അവിടെ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സിലബസ് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇൻഷാ അല്ലാ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഗവൺമെൻറ് സർവീസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയണം എന്ന് ഉദ്ദേശിച്ചിരുന്നു. സമയപരിമിതി മൂലം ഇൻഷാ അല്ലാ നമുക്ക് പിന്നീടൊരവസരത്തിൽ കണ്ടുമുട്ടാം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു.